വ്യൂവേഴ്സ്, എല്ലാവർക്കും ദിജോസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഒരുപാട് പേര് പ്രഗ്നൻസി പോസിറ്റീവ് ആകുന്നതിന് മുൻപ്, അതായത് കാർഡിൽ റിസൾട്ട് കിട്ടുന്നതിന് മുൻപ് തന്നെ ഉണ്ടായി എന്ന് പറയുന്ന ഒരു ലക്ഷണത്തിനെ പറ്റിയിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കുന്നത് കേട്ടോ. നമ്മുടെ ചാനലിൽ ഒരുപാട് പേര് സക്സസ് സ്റ്റോറീസ് ഇടാറുണ്ട്. അപ്പോൾ അവരോടൊക്കെ ഓരോരുത്തർ ചോദിക്കാറുണ്ട്, എന്തെല്ലാം ലക്ഷണങ്ങളാണ് ഉണ്ടായത്, ഡിസ്ചാർജ് ഉണ്ടായിരുന്നോ, അല്ലെങ്കിൽ എന്തെല്ലാം കാര്യങ്ങളാണ് ഫോളോ ചെയ്തതെന്നൊക്കെ അവരോടൊക്കെ ചോദിക്കാറുണ്ട്. അങ്ങനെ ഒരുപാട് പേര് പറഞ്ഞിട്ടുള്ള ഒരു ലക്ഷണമായിരുന്നു അവരുടെ അബ്ഡോമന് താഴെ ഉണ്ടായിട്ടുള്ള ഒരു ഹെവിനെസ്, അതായത് ഒരു കല്ലപ്പ് ഫീൽ ചെയ്യുക. ഇത് ഉണ്ടാവുന്നത് അവരുടെ ലോവർ അബ്ഡമൻ ഭാഗത്തായിരിക്കും. അത് എന്തുകൊണ്ടാണ് ഉണ്ടാവുന്നതെന്ന് നമുക്ക് നോക്കാം. അതിനെപ്പറ്റി ഡീറ്റെയിൽഡ് ആയിട്ട് സംസാരിക്കാം കേട്ടോ. അപ്പോൾ വീഡിയോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമ്മുടെ യൂട്രസ് സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ ലോവർ അബ്ഡമൻ ഭാഗത്താണ്. നമ്മുടെ പൊക്കിളിനും അതുപോലെ ഇടുപ്പിനും ഒക്കെ ഇടയിലായിട്ടുള്ള ഒരു പോർഷനിലാണ് നമ്മുടെ യൂട്രസ് സ്ഥിതി ചെയ്യുന്നത്. പ്രഗ്നൻസിയുടെ സ്റ്റാർട്ടിംഗ് സ്റ്റേജിൽ യൂട്രസിന് ഒരുപാട് മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട്. അതായത് ഫസ്റ്റ് പ്രഗ്നൻസി കൂടിയാണ് ഒരു സ്ത്രീ കടന്നു പോകുന്നതെങ്കിൽ യൂട്രസിന് അതിനു മുമ്പ് തന്നെ വേറൊരു തരത്തിലുള്ള വേറെ ഒന്നും വളരാത്തത് കൊണ്ട് തന്നെ അതിന്റെ ആ ഒരു പൊസിഷൻ എന്ന് പറയുന്നത് നമ്മുടെ ആ ഒരു ആർത്തവം ഉണ്ടാവുന്ന സമയത്ത് ഉണ്ടാകുന്ന ഒരു പൊസിഷൻ ആയിരിക്കും ഇതിനുണ്ടാവുന്നത്. പക്ഷെ പ്രഗ്നന്റ് ആകുന്നതിന്റെ ഭാഗമായിട്ട് നമുക്ക് ആ യൂട്രസ് എക്സ്പാൻഡ് ആവാനായിട്ട് തുടങ്ങും. ഈ എക്സ്പാൻഷൻ ഫീൽ ചെയ്യുന്ന സമയത്ത് പലർക്കും അവരുടെ അടിവയറിന്റെ ഭാഗത്തായിട്ട് കല്ലപ്പ് ഫീൽ ചെയ്യാനായിട്ട് തുടങ്ങും. ഇത് ഏറ്റവും കൂടുതൽ നമുക്ക് ഉണ്ടാവുന്നത് ഇപ്പോൾ ലെഫ്റ്റ് ഭാഗത്തോ റൈറ്റ് ഭാഗത്തോ അല്ലെങ്കിൽ നേരെ താഴെയുള്ള ഭാഗത്തോ ആയിരിക്കും ഉണ്ടാവുന്നത്. ഒരിക്കലും നമുക്ക് വയറിന്റെ മേളിൽ ഉണ്ടാവുന്ന ഒരു ലക്ഷണത്തിനെ പറ്റിയിട്ടല്ല സംസാരിക്കുന്നത്. നേരെ ലോവർ അബ്ഡമന് താഴെയുള്ള ആ ഒരു ലോവർ അബ്ഡമന്റെ പോർഷനിൽ ഉണ്ടാവുന്ന വ്യത്യാസമാണ് ഇത്. ഇംപ്ലാന്റേഷൻ നടക്കുന്നത് നമ്മുടെ യൂട്രസിനകത്ത് വെച്ചിട്ടാണ്. ഈ യൂട്രസ് എന്ന് പറയുന്നത് നമ്മൾ പറയുന്ന നമ്മുടെ ഓരോ ശരീരത്തിന്റെ ആ ഒരു പുറമേയുള്ള ലെയറൊക്കെ കഴിഞ്ഞ് ഇന്നർ ലെയറിലോട്ട് ഒരു മൂന്നാമത്തേക്ക് ഒരു ലെയറൊക്കെ എത്തുമ്പോഴായിരിക്കും നമ്മുടെ യൂട്രസ് കാണാനായിട്ട് സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ യൂട്രസിലെ ചെറിയൊരു മാറ്റം ഉണ്ടാവുമ്പോൾ വരെ നമുക്ക് വയറിലെ ഹെവിനെസ് തോന്നാനായിട്ട് ഒരു പ്രത്യേക റീസൺ ഉണ്ട്. ഈ ഹെവിനെസ് എന്ന് പറയുന്നത് കുഞ്ഞവിടെ വളരുന്നതിന്റെ ഹെവിനെസ് അല്ല ഫീൽ ചെയ്യുന്നത്. ഒരുപാട് പേര് നമുക്ക് കമന്റ്സിൽ ചോദിക്കാറുണ്ട്, ചേച്ചി കുഞ്ഞു വളരുന്നതിന്റെ ഹെവിനെസ് ആണോ, കുഞ്ഞാണോ ആ ഹെവി ആയിട്ട് നമ്മൾ തൊട്ട് നോക്കുമ്പോഴേക്കും കുറച്ച് കട്ടിയായിട്ട് അല്ലെങ്കിൽ ഒരു കല്ലപ്പായിട്ട് ഒരു പോർഷൻ ഫീൽ ചെയ്യും, അത് കുഞ്ഞു വളരുന്നതാണോ എന്ന് പലരും ചോദിക്കാറുണ്ട്. ഒരിക്കലും അതല്ല. കാരണം നമ്മൾ തൊട്ട് നോക്കുന്ന സമയത്ത് കുഞ്ഞു വളരുന്നത് നമുക്ക് ഒരിക്കലും ഫീൽ ചെയ്യാനായിട്ട് സാധിക്കില്ല പ്രഗ്നൻസിയുടെ സ്റ്റാർട്ടിങ് സ്റ്റേജിൽ. അങ്ങനെ ഈ ഒരു ബുദ്ധിമുട്ട് നമുക്ക് ഉണ്ടാവുന്നത് ആ മസിൽസ് എക്സ്പാൻഡ് ആവുന്നത് കൊണ്ടാണ്. ചുറ്റുമുള്ള മസിൽസ് ഒക്കെ എക്സ്പാൻഡ് ആവാനായിട്ട് തുടങ്ങുമ്പോൾ അതിന് മുൻപോട്ടേക്കുള്ള ആ ഒരു ഭാഗങ്ങളിലും പ്രഷർ, ആ ഒരു പുള്ളിങ് എഫക്റ്റ് ഫീൽ ചെയ്യാനായിട്ട് തുടങ്ങും. ഈ എഫക്റ്റ് കൂടുന്നത് കൊണ്ടാണ് നിങ്ങൾക്ക് ഇത്തരത്തിലെ ബുദ്ധിമുട്ട് സ്റ്റാർട്ടിംഗ് സ്റ്റേജിൽ തന്നെ കാണാനായിട്ട് സാധിക്കുന്നത് കേട്ടോ. ഇനി എപ്പോഴൊക്കെയാണ് ഈ ഒരു ബുദ്ധിമുട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നത് നോക്കാം. വെറുതെ നമ്മൾ എന്തെങ്കിലും ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തൊന്നും നിങ്ങൾക്ക് ആ ഒരു ഹെവിനെസ് ഫീൽ ചെയ്യില്ല. കാരണം നമ്മൾ ആക്റ്റീവ് ആയിട്ടിരിക്കുകയാണ്, നമുക്ക് അത് ചിന്തിക്കാനായിട്ടൊന്നും സമയമില്ല. പിന്നെ ഏറ്റവും കൂടുതൽ നമുക്ക് ഈ ഹെവിനെസ് ഫീൽ ചെയ്യുന്നത് ഏറ്റവും ആദ്യം നിങ്ങൾ കുമ്പിട്ട് നിവർന്ന് എന്തെങ്കിലും ചെയ്യുമ്പോഴേക്കും. അതായത് ഇപ്പോൾ നിങ്ങൾ അലക്കുന്ന സമയത്ത് അലക്കൊന്ന് പിഴിഞ്ഞ് നമ്മൾ ഊരിയെടുക്കുന്ന ഒരു സമയമില്ലേ, അതൊക്കെ നമ്മൾ കുമ്പിട്ട് നിൽക്കുന്ന സമയമാണ്. അപ്പോൾ കുമ്പിടുന്ന സമയത്ത് നമുക്ക് ഫുള്ളായിട്ട് അങ്ങോട്ട് ബെൻഡ് ആവാനായിട്ട് പറ്റാതെ വരിക. അതായത് ഒരു തടസ്സം അവിടെ ഫീൽ ചെയ്യുന്നത് പോലെ നമുക്ക് അനുഭവപ്പെടുക. മുഴുവനായിട്ട് അങ്ങോട്ട് കുമ്പിടാനായിട്ട് പറ്റാത്ത ഒരു സിറ്റുവേഷൻ ഉണ്ടാവുക. ആ ഒരു സമയത്ത് നിങ്ങൾക്കിത് ഫീൽ ചെയ്യാം. രണ്ടാമതായിട്ട് ഒരു ബുദ്ധിമുട്ടുണ്ടാകുന്നത് നമ്മൾ കമിഴ്ന്ന് കിടക്കുന്ന സമയത്തായിരിക്കും. കമിഴ്ന്ന് കിടക്കുമ്പോഴേക്കും നമ്മുടെ അബ്ഡോമൻ ഭാഗവും, അതായത് നമ്മുടെ വയറിന്റെ ഭാഗവും നമ്മുടെ ചെസ്റ്റിന്റെ ഭാഗവും നമ്മുടെ നെഞ്ചിന്റെ ഭാഗവുമാണ് ഏറ്റവും കൂടുതൽ പ്രഷറിൽ അങ്ങോട്ട് പോകുന്നത്. അപ്പോൾ ആ ഒരു സമയത്ത് ഈ പ്രഷർ എല്ലാം കൂടി അങ്ങോട്ട് രണ്ട് ഭാഗത്തോട്ട്, ശരീര ഭാഗത്തോട്ട് വരുമ്പോഴേക്കും അവിടെ നിങ്ങൾക്ക് ആ ഒരു ഹെവിനെസ് ഫീൽ ചെയ്യാനായിട്ട് സാധിക്കും. ഒരുപാട് തവണ കമഴ്ന്ന് കിടക്കുന്നവരാണ് നിങ്ങളെങ്കിൽ പ്രഗ്നൻസിയുടെ സ്റ്റാർട്ടിംഗ് സ്റ്റേജിൽ നിങ്ങൾക്ക് ഒട്ടും തന്നെ കമിഴ്ന്ന് കിടക്കാനായിട്ട് പറ്റാത്തൊരു സിറ്റുവേഷനും ഉണ്ടാവും കേട്ടോ. ഈ സമയങ്ങളിലും അതുപോലെ തന്നെ നിങ്ങൾ അല്ലാതെ പെട്ടെന്നൊന്ന് കുമ്പിട്ട് നിവരുന്ന സമയങ്ങളിലും ഒക്കെ ആയിരിക്കും ഏറ്റവും കൂടുതൽ ഈ ഒരു ബുദ്ധിമുട്ട് ഫീൽ ചെയ്യുന്നത്. ഫസ്റ്റ് പ്രഗ്നൻസിയിലായിരിക്കും നമുക്ക് ഇത് ഉണ്ടാവുന്നത്. സെക്കൻഡ് പ്രഗ്നൻസിയിൽ ഇത് ഉണ്ടായിക്കൊള്ളണമെന്ന് നിർബന്ധമില്ല. കാരണം മസിൽസ് ഒക്കെ ഓൾറെഡി എക്സ്പാൻഡ് ആയിട്ടുണ്ട്. നമുക്ക് ഡയാസ്റ്റസിസ് റെക്ടി എന്ന് പറയുന്ന കണ്ടീഷൻ പലർക്കും ഉണ്ടാവാറുണ്ട്. കാരണം മസിൽസ് ഒക്കെ ഫുള്ളായിട്ട് ചുരുങ്ങാത്ത ഒരു സിറ്റുവേഷൻ പലർക്കും ഉണ്ടാവാറുണ്ട്. അതുകൊണ്ട് തന്നെ സെക്കൻഡ് പ്രഗ്നൻസിയിലുള്ളവർക്ക് ഈ ഒരു ലക്ഷണം എളുപ്പത്തിൽ തിരിച്ചറിയാൻ സാധിക്കണമെന്നില്ല. ഒട്ടും അവർക്ക് ഉണ്ടാവില്ല എന്നല്ല, പക്ഷെ തിരിച്ചറിയാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുകളും അങ്ങനെയുള്ളവർക്ക് ഉണ്ടാവും കേട്ടോ. ഈ ലക്ഷണങ്ങളൊക്കെ കാണുന്ന സമയത്ത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ആ ഒരു ലക്ഷണം വരുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒരുപാട് തവണ കുമ്പിട്ട് നിവർന്ന് അങ്ങനെയൊന്നും ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. നിങ്ങൾ ചെയ്യുന്ന സമയത്ത്, നോർമലി നിങ്ങൾ ചെയ്യുന്ന സമയത്ത് ആ ബുദ്ധിമുട്ട് നിങ്ങൾക്ക് ഉണ്ടോ എന്ന് നോക്കുക. ഇതുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒരുപാട് തവണ നമ്മൾ കുമ്പിട്ട് നിവർന്നു കഴിഞ്ഞാൽ നമുക്ക് തന്നെ തോന്നും ഈ ഒരു ബുദ്ധിമുട്ട് നമുക്ക് ഉണ്ടല്ലോ എന്ന്. നമ്മുടെ മനസ്സ് തന്നെ ചിന്തിച്ച് കൂട്ടി കൽപ്പിച്ച് അങ്ങോട്ട് വെക്കും. ആ ഒരു കാര്യം നിങ്ങൾ ചെയ്യേണ്ട കേട്ടോ. നോർമലി ഒരു കാര്യം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഡേ ടു ഡേ ആക്ടിവിറ്റീസിൽ ചെയ്ത കാര്യം ഡിഫിക്കൽട്ട് ആവുന്നുണ്ടോ എന്ന് മാത്രം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതിയായിരിക്കും കേട്ടോ.
അങ്ങനെ നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് വരുന്നുണ്ടെങ്കിൽ ആ ഒരു ജോലികൾ നിങ്ങൾ അവോയ്ഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഒരുപാട് തവണ വെയിറ്റ് ഉള്ള വസ്ത്രം എടുത്ത് നമ്മൾ വെള്ളത്തിൽ മുക്കി പിഴിഞ്ഞ് ഊരി വിരിക്കാനായിട്ട് നിന്ന് കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ നമ്മൾ ടയേർഡാകും. അപ്പോൾ ബോഡിയെ ഒന്നും കൂടി നിങ്ങൾ ടയേർഡ് ആക്കണ്ട. ആ ജോലികൾ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ അവോയ്ഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ കമിഴ്ന്ന് കിടക്കുന്നത് നിങ്ങൾക്ക് ഡിസ്കംഫർട്ട് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ അതും അവോയ്ഡ് ചെയ്യുക. ഒരുപാട് പേരുണ്ട്, ഞാൻ ഉൾപ്പെടെ, കമിഴ്ന്ന് കിടന്നാലേ ഉറക്കം വരുള്ളൂ അങ്ങനെയുള്ള ആളുകളുണ്ട്. അങ്ങനെയുള്ളവർ ഏതെങ്കിലും ഒരു പില്ലോ വെച്ചിട്ട് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ട് കിടക്കാം. നമ്മൾ കമിഴ്ന്നാണോ കിടന്നത്? അതെ, കമിഴ്ന്നാണ് കിടന്നത്. പക്ഷെ ഒരു പില്ലോ സൈഡിൽ വെക്കുന്നുണ്ടെങ്കിൽ അതിന്റെ സപ്പോർട്ട് ഫുൾ പ്രഷർ അങ്ങോട്ട് നമ്മുടെ ആ ഒരു ബോഡിയുടെ ഭാഗത്തോട്ട് വരില്ല. അങ്ങനെയുള്ള രീതിക്കും നിങ്ങൾ ഉറങ്ങാനായിട്ട് ശ്രദ്ധിക്കാം. പിന്നെ ആ ബുദ്ധിമുട്ടുള്ളവർ ഒരുപാട് നേരം കമിഴ്ന്ന് കിടക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം ഒരുപാട് പേരുണ്ട് ആ ഉറങ്ങുന്ന സമയം മൊത്തം കമിഴ്ന്ന് കിടന്ന് ഉറങ്ങുന്നവർ. ആ ഒരു പ്രവണത നിങ്ങൾ ചെയ്യേണ്ട കേട്ടോ. ഒരുപാട് പ്രഷർ നമ്മൾ കൊടുത്തു കഴിഞ്ഞത് പ്രഗ്നൻസിയുടെ സമയത്ത് നല്ലതല്ല. കാരണം നമ്മുടെ ചെസ്റ്റ് അതുപോലെ തന്നെ പ്രഷറിൽ നിൽക്കുന്നത് കൊണ്ട് ബ്രീത്ത് എടുക്കാനായിട്ടൊക്കെ നമുക്കൊരു ഡിഫിക്കൽട്ടീസ് ഉണ്ടാകും. നോർമലി പ്രഗ്നന്റ് ആകുന്നതിന് മുൻപ് നമുക്ക് ബ്രീത്തിങ് നോർമലി നടന്നതുപോലെ അല്ല. പ്രഗ്നൻസി ആയി കഴിഞ്ഞാൽ കുഞ്ഞിനും കൂടി ഓക്സിജൻ സർക്കുലേഷൻ കൂടുതൽ വേണ്ടത് കൊണ്ട് നമുക്ക് എക്സ്ട്രാ ഒരുപാട് നമ്മൾ ബ്രീത്തിനും ബ്രീത്ത് ഔട്ട് ഒക്കെ ചെയ്യും. അപ്പോൾ നിങ്ങൾ കമിഴ്ന്ന് കിടക്കുന്നത് ആ ഒരു ബ്രീത്തിങ്ങിനെ ഒരു ഇൻട്രപ്ഷൻ ഉണ്ടാകുന്നതിന് കാരണമാവുന്നു. അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ഇതാണ് പ്രഗ്നൻസിയിൽ ഒരുപാട് പേര് നമ്മുടെ കമന്റ് സെക്ഷനിൽ പറഞ്ഞിട്ടുള്ള ഒരു ലക്ഷണങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരെണ്ണം. നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയി കാണുമെന്ന് വിശ്വസിക്കുന്നു. യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. പിന്നെ എല്ലാവരും കമന്റ്സിൽ വന്ന് ചോദിക്കുന്ന കാര്യമാണ്, ചേച്ചി ഡിസ്ചാർജ് ഇല്ല അപ്പോൾ പ്രഗ്നൻസി ആവില്ലേ, അല്ലെങ്കിൽ വയറുവേദന ഇല്ല, അല്ലെങ്കിൽ വോമിറ്റിംഗ് ഇല്ല, ലൂസ് മോഷൻ ഇല്ല, കോൺസ്റ്റിപ്പേഷൻ ഇല്ല, അപ്പോൾ പ്രഗ്നൻസി ആകില്ലേ എന്ന് ചോദിക്കുന്ന ഒരുപാട് പേരുണ്ട് കേട്ടോ. അങ്ങനെ എന്ന് നിങ്ങൾ വിചാരിക്കേണ്ട ഒരു കാര്യമില്ല. കാരണം ഒരുപാട് പേരുണ്ട് നമ്മുടെ ചാനലിൽ വന്ന് പറയുന്നുണ്ട്, ചേച്ചി പ്രഗ്നൻസിയുടെ ഒരു ലക്ഷണം ഉണ്ടായിരുന്നില്ല. കഴിഞ്ഞ ദിവസം വരെ ഒരു കമന്റ് ഞാൻ കണ്ടായിരുന്നു, 2.5-3 മാസം എത്തിയിട്ടാണ് ആ പെൺകുട്ടി അറിഞ്ഞത് പ്രഗ്നൻസി ആണെന്ന്. ഒരു 4 ആഴ്ച 5 ആഴ്ച പ്രഗ്നന്റ് ആയിരുന്നു. പീരീഡ്സ് ഇറഗുലർ ആയതുകൊണ്ട് കൃത്യമായിട്ട് പ്രഗ്നൻസി ആണെന്ന് മനസ്സിലാക്കാനായിട്ട് സാധിച്ചില്ല. പക്ഷേ ഹോസ്പിറ്റലിൽ എന്തോ കാര്യം വന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോഴേക്കും പ്രഗ്നൻസി പോസിറ്റീവ് ആയിരുന്നു. അപ്പോൾ ആ ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ട് വന്നതല്ല കേട്ടോ. കുഞ്ഞിന് കുറച്ച് ഗ്രോത്ത് പുറകോട്ടായിപ്പോയി. അപ്പോൾ ആ ഗ്രോത്ത് കൂടാനായിട്ട് എന്താണ് ചേച്ചി ചെയ്യേണ്ടതെന്ന് ചോദിക്കാൻ വേണ്ടിയിട്ട് ആ കുട്ടി വന്നതാണ് കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ളവരും ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ശരീരം ശ്രദ്ധിക്കണം. PCOD പോലുള്ള ബുദ്ധിമുട്ടുകളുള്ളവരെ ചെറിയ ചെറിയ ലക്ഷണങ്ങൾ വന്നു കഴിഞ്ഞാൽ അത് പീരീഡ്സിന്റെ ആണെന്ന് വിചാരിച്ചിരിക്കരുത്. ചിലപ്പോൾ പ്രഗ്നൻസിയുടെയും കൂടി ആകാം. അങ്ങനെ വരുന്നവർ വീട്ടിൽ തന്നെ ടെസ്റ്റ് ചെയ്ത് നോക്കാതെ ഒരു പ്രഗ്നൻസി ടെസ്റ്റ് കിറ്റ് മെഡിക്കൽ ഷോപ്പിൽ നിന്ന് മേടിച്ച് ടെസ്റ്റ് ചെയ്ത് നോക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. അതിൽ ചെയ്തിട്ട് നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള റിസൾട്ട് കിട്ടുന്നില്ലെങ്കിൽ, നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഡൗട്ട് മനസ്സിൽ കിടക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ബ്ലഡും ടെസ്റ്റ് ചെയ്ത് നോക്കുക. അപ്പോൾ കൃത്യമായിട്ട് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുകയും ചെയ്യും കേട്ടോ. അപ്പോൾ ലക്ഷണങ്ങൾ ഉണ്ടാകുന്നുണ്ടെങ്കിലും ലക്ഷണങ്ങൾ ഇല്ലെങ്കിലും എക്സ്പെക്ടഡ് പീരിയഡ് ഡേറ്റിലെ ബ്ലീഡിംഗ് വളരെ കുറവാണെങ്കിലും നിങ്ങൾ മസ്റ്റ് ആയിട്ട് പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്ത് നോക്കണം കേട്ടോ. ഇത്രയേ ഉള്ളൂ വീഡിയോ. യൂസ്ഫുൾ ആയി കാണുമെന്ന് വിശ്വസിക്കുന്നു. യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ്സിൽ ചോദിക്കുക. പണ്ടത്തെ വീഡിയോയ്ക്ക് കമന്റ്സ് ഇടുന്നവർക്ക് റിപ്ലൈ ലഭിക്കുന്നില്ലെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ ഏത് വീഡിയോ ആണ് അപ്ലോഡ് ചെയ്യുന്നത് അതിന് താഴെ കമന്റ് ഒന്ന് കോപ്പി പേസ്റ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അതുപോലെ ഓവുലേഷൻ ഡേറ്റ് കാൽക്കുലേറ്റ് ചെയ്ത് തരാനായിട്ട് റിക്വസ്റ്റ് ചെയ്യുന്ന ആളുകൾ എത്രയാണോ സൈക്കിൾ ലെങ്ത് അത് മെൻഷൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. സൈക്കിൾ ലെങ്ത് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് ഓരോ മാസവും എത്ര ദിവസം കൂടുമ്പോഴാണോ ബ്ലീഡിങ് വരുന്നത് അതാണ് സൈക്കിൾ ലെങ്ത്. കഴിഞ്ഞ മാസം ഒരു 8-ാം തീയതിയാണ് ബ്ലീഡിംഗ് ആയതെങ്കിൽ ഈ മാസം 6-ാം തീയതിയാണ് ബ്ലീഡിംഗ് ആയതെങ്കിൽ കഴിഞ്ഞ മാസം 8-ാം തീയതി മുതൽ ഈ മാസം 6-ാം തീയതി വരെ എത്ര ദിവസമുണ്ടോ അത് കാലണ്ടറിൽ എണ്ണി തിട്ടപ്പെടുന്നതാണ് നിങ്ങളുടെ സൈക്കിൾ ലെങ്ത്. സൈക്കിൾ ലെങ്ത് നമ്മൾ കൃത്യമായിട്ട് കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഓവുലേഷൻ ഡേറ്റ് എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ആപ്ലിക്കേഷൻസും ഒരുപാട് ഓൺലൈൻ ആയിട്ടുള്ള വെബ്സൈറ്റുകളും ഇന്ന് നമുക്ക് അവൈലബിൾ ആണ്. പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ ട്രാക്കർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആപ്ലിക്കേഷൻസ് കിട്ടും. അത് പറ്റുന്നില്ല എങ്കിൽ ഗൂഗിളിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ കാൽക്കുലേറ്റർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വെബ്സൈറ്റുകൾ നിങ്ങൾക്ക് കിട്ടും. അതിൽ നിങ്ങളുടെ ലാസ്റ്റ് മന്തിലെ മെൻസ്ട്രേഷൻ്റെ ഡേറ്റും ഒപ്പം ഞാൻ ഈ പറഞ്ഞ രീതിക്ക് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന സൈക്കിൾ ലെങ്ത്തും എൻ്റർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഓവുലേഷൻ ഡേറ്റ് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ഫെർട്ടൈൽ ടൈം പീരീഡും നിങ്ങൾക്ക് കിട്ടും. അതായത് എത്ര ദിവസം മുതൽ കോൺടാക്ട് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ പ്രഗ്നൻ്റ് ആകും എന്നുള്ളൊരു ഡേറ്റും നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് കിട്ടും കേട്ടോ. ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് സൈക്കിൾ ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ആ ഒരു കലണ്ടറിൽ നോക്കി തന്നെ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുക. പല മാസങ്ങളിലും 30-31 ദിവസമുണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ഒപ്പം നിങ്ങൾക്ക് ബ്ലീഡിങ് തുടങ്ങിയ ദിവസത്തിന് വേണം നിങ്ങൾ ഡേ 1 ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. സ്പോട്ടിങ് തുടങ്ങിയ ദിവസത്തിനെ, അതായത് ചെറുതായിട്ട് ഡിസ്ചാർജ് പോയി തുടങ്ങിയ ദിവസത്തിനെ നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യം ഇല്ല കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.